നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ മെഡിറ്റേറ്റ് ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമിയോടും അന്തരീക്ഷത്തോടും സർവചരാചരങ്ങളോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൻ്റെ ഹീലിംഗ് എനർജി ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായും ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി പരിശുദ്ധമായ ക്ഷേത്രമായി മാറിക്കഴിഞ്ഞു എന്ന് സങ്കല്പിക്കൂ. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ പതുക്കെ കണ്ണുകൾ തുറക്കൂ. ദ പാത്ത് ഇസ് ദ ഗോൾ മഹാത്മാഗാന്ധിജിയുടെ ഒരു കൊട്ടേഷനാണ്. മീൻസ് ആണ് പ്രധാനം, ലക്ഷ്യത്തിനേക്കാളും പ്രധാനം മീൻസ് ആണെന്ന് മഹാത്മാഗാന്ധിജി എപ്പോഴും പറയാറുണ്ട്. എന്താണ് ഈ പാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആറ്റംസ് തൊട്ടിട്ട് കോശങ്ങളിലൂടെയും പിന്നെ ഓർഗാനിസംസിലൂടെയും ഉള്ള ആ യാത്ര, അതൊരു യൂണിഫിക്കേഷൻ പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കാം. ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നു, എലിമെന്റ്സ് ഉണ്ടാവുന്നു, മോളിക്യൂൾസ് ഉണ്ടാവുന്നു, കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ ഒരു ഷെയറിംഗ് മെക്കാനിസം ഉണ്ട്. കെമിസ്ട്രി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ലഭിക്കാനായിട്ട്, ഇലക്ട്രോൺ സ്ട്രക്ചറിൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരാനായിട്ട് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നു. അത് ക്രമേണ കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ മോളിക്യൂൾസ് കോമ്പൗണ്ട്സ് ആവുന്നു. അത് വീണ്ടും യോജിക്കുമ്പോൾ അവിടെ ലൈഫ് പ്രത്യക്ഷപ്പെടും. ഒരു വലിയൊരു ലീപ്പാണ് അവിടെ. യഥാർത്ഥത്തിലുള്ള ഇതിനെല്ലാം നയിക്കുന്ന ബോധം, കോൺഷ്യസ്നസ് ഇസ് ഓൾ ദാറ്റ് ഇസ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. ബോധമാണ് എല്ലാം. അപ്പോൾ ആറ്റംസിന് ബോധമുണ്ട്. ഏത് ആറ്റമായിട്ട് എങ്ങനെ കമ്പൈൻ ചെയ്യണം, എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്യണം, ഇതെല്ലാം ബോധമുണ്ട്. അതിനുശേഷം അത് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ലിവിങ് ഓർഗാനിസം ആവും. അപ്പോൾ സെൽഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, സ്വയം ചെയ്യാൻ
മൾട്ടിപ്ലൈ ചെയ്യാൻ, ഭക്ഷണം കഴിക്കാൻ, ഡിഫിക്കേറ്റ് ചെയ്യാൻ എല്ലാം കഴിവുണ്ടാവും. യോജിക്കാൻ, വീണ്ടും വീണ്ടും യോജിക്കാൻ. അവിടെ സ്ത്രീ പുരുഷ സംയോഗം കാണാം. പിന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, ചെടികള്, മൃഗങ്ങള്, അതിൽ ഓരോ സെല്ലിന്റെയും ക്രോമസോം സ്ട്രക്ചർ ഒന്ന് തന്നെയാണ് ബയോളജി പഠിപ്പിക്കുന്നത്. പക്ഷെ എങ്കിലും വൈവിധ്യമുള്ള ആക്ഷൻസ്, ഫങ്ഷൻസ് ആണ് ഓരോ കോശവും എടുക്കുന്നത്. ഒരു ചെടി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഇലയിലുള്ള കോശങ്ങളും റൂട്ടിലുള്ള വേരിലുള്ള കോശങ്ങളും തണ്ടിലുള്ള കോശങ്ങളും ഒന്ന് തന്നെയാണ്. പക്ഷെ അത് ചെയ്യുന്ന പ്രവർത്തികൾ വ്യത്യസ്തമാണ്. ഇപ്പൊ ഒരു ഡിവിഷൻ ഓഫ് ലേബർ അവിടെയുണ്ട്. പക്ഷെ എങ്കിലും ഒരു കോമൺ പർപ്പസ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ഈ ജീവനെ മുന്നോട്ട് നയിക്കുക. ഈ കോശങ്ങൾ ജോയിൻ ചെയ്യുന്നു, മരിക്കുന്നു, ജോയിൻ ചെയ്യുന്നു, മരിക്കുന്നു. ഇപ്പൊ ഒരു മരം വളരുമ്പോൾ എത്രയോ കോശങ്ങൾ ഉണ്ടായി, എത്രയോ കോശങ്ങൾ ഇല്ലാണ്ടേ. ഇത് തന്നെയാണ് മൃഗങ്ങളിൽ വരുമ്പോഴും മനുഷ്യരിൽ വരുമ്പോഴും കാണുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ജനിച്ച് മരിക്കാനായിട്ട് മാത്രം ഒരു ചക്രത്തിൽ ഒരു ശരീരത്തിന് ജോയിൻ ചെയ്തിരിക്കുന്നത്? അപ്പൊ ഒരു പ്രോസസ് ഉണ്ട്. ആ ലൈഫ് കൂടുതൽ കൂടുതൽ സ്വയം റിവീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണല്ലേ. ഇപ്പൊ നമ്മൾ മനുഷ്യന്റെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മനുഷ്യര് വിവാഹം ചെയ്യുന്നു, ഫാമിലി യൂണിഫൈഡ് ആവുന്നു. നമുക്ക് ഒറ്റയ്ക്ക് പൈസ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് ഒരു മുറിയിൽ ഇരിക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. അതിന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം തരുന്ന ആൾ വേണ്ടേ, അല്ലെങ്കിൽ ചെടികളും സസ്യങ്ങളും വേണ്ടേ? നമുക്ക് സെൽഫ് ഡിപ്പെൻഡന്റ് ആണ്, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമെന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല. നമുക്ക് ഈ പ്രപഞ്ചം മുഴുവൻ വേണം. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ ഉള്ളിലുള്ള ആ പൂർണ്ണത കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാൻ. ഒരു റിയലൈസേഷൻ നമുക്ക് മനുഷ്യരിൽ എത്തുന്നത് വരെ കാണാം. യൂണിഫിക്കേഷൻ പ്രോസസ് ആണ് അവിടെ. അപ്പൊ പ്രപഞ്ചത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിസോർഡർ ആണെന്ന് തോന്നും. എല്ലാം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫിസിക്സിൽ ആദ്യം വിചാരിച്ചത് പ്രപഞ്ചം മുഴുവൻ എക്സ്പാൻഡ് ചെയ്യും, അനന്തമായിട്ട് എക്സ്പാൻഡ് ചെയ്യും. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് ഫിസിക്സ് തന്നെ പിന്നീട് പ്രൂവ് ചെയ്തു. ഒരു ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു ഗ്രാവിറ്റേഷണൽ പവർ ഉണ്ട്, എല്ലാം യോജിപ്പിക്കുന്ന ഒരു ഗ്രാവിറ്റേഷണൽ പവർ ഉണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുന്ന പവേഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക്, ന്യൂക്ലിയർ ഫോഴ്സസ്, അങ്ങനത്തെ എനർജീസ് ഉണ്ട്, പവേഴ്സ്. പക്ഷെ അതിൽ യൂണിഫൈ ചെയ്യുന്ന ഗ്രാവിറ്റി എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്. ഇത് രണ്ടും പരസ്പരം കോർത്തിണക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഈ കാവോസിൽ, പ്രപഞ്ചത്തിൽ നമ്മൾ കാവോസ് എന്ന് വിചാരിക്കും, ഒരു ബിഗ് ബാങ് എന്നുണ്ടായി പ്രപഞ്ചം അങ്ങ് എക്സ്പാൻഡ് ചെയ്യാണ്. പക്ഷേ ആ എക്സ്പാൻഷൻ ഒരു സ്റ്റേജ് വരെ ഉള്ളൂ. ഒരു സ്റ്റേജ് എപ്പോഴാണ് നമുക്കറിയില്ല. പക്ഷേ ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, എക്സ്പാൻഷന്റെ ഉള്ളിൽ തന്നെ യോജിപ്പ് നടന്നുകൊണ്ടിരിക്കും. അതാണ് ഓർഡർ ഇൻ ദ കാവോസ്. ഇവിടെ ഇത്രയും ഇതുണ്ടെങ്കിലും ഇവിടെ ജീവിതം മുന്നോട്ട് പോകുന്നു, ആൾക്കാർ അവരുടെ ജീവിതം ജീവിക്കുന്നു, സ്നേഹം ഉണ്ടാവുന്നു. അവിടെയാണ് നമുക്ക് സമാധാനം. സ്നേഹമുള്ള ഒരു സമൂഹത്തിലെത്തുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാവുന്നത്. നമുക്ക് ഡിസോർഡർ ഉള്ള ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റില്ല. സ്വാർത്ഥനായിട്ടുള്ള ഒരാള് സ്വാർത്ഥമായിട്ടൊരു കമ്മ്യൂണിറ്റി ജീവിക്കാൻ ആഗ്രഹിക്കില്ല. അതൊരു അത്ഭുതമാണ്. സ്വാർത്ഥമായിട്ടുള്ള ആൾക്കാരും കൂടിയും അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകും, എന്നിട്ട് അവർ ഒന്നിച്ച് ഷെയർ ജീവിക്കും. കാരണം ഷെയറിങ് ഇല്ലാതെ, ലവിങ് ഇല്ലാണ്ട് ഇവല്യൂഷൻ പോസിബിൾ അല്ല എന്ന് അറിയാണ്ട് അവർ അറിയുന്നു. അപ്പൊ ഈ ഒരു തിരിച്ചറിവ്, ഒരു യൂണിഫിക്കേഷൻ പ്രോസസ്സ് ഈ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മൾ യോജിച്ച് കൂടുതൽ യൂണിറ്റിയിലേക്ക് പോകാം. എന്തിനാണ് ഈ യൂണിറ്റിയിലേക്ക് പോകുന്നത്? ഈ പലതും ആവാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളത് അറിയാതെ നമുക്കറിയാം. ഈ കോശങ്ങൾക്ക് അറിയാം ഉള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഓരോ കോശത്തിനും എന്തും ആവാം. നമ്മുടെ ശരീരത്തിൽ എന്തും വേണമെങ്കിൽ ആവാം. വേണമെങ്കിൽ കണ്ണാവാം, വേണമെങ്കിൽ ചെവിയാവാം, കുടൽമാലയാവാം. പക്ഷെ കുടൽമാല ഒരിക്കലും കണ്ണാവാൻ ശ്രമിക്കുന്നില്ല. ഹൃദയത്തിന്റെ സെല്ലുകൾ ഒരിക്കലും ശ്വാസകോശത്തിന്റെ സെൽസ് ആവാൻ ശ്രമിക്കുന്നില്ല. അവരത് ആക്സെപ്റ്റ് ചെയ്യണം. ഒബീഡിയൻസ് അവിടെ ഉണ്ട്, ഒരു അനുസരണ അവിടെ ഉണ്ട്. സാധ്യതകളെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഒബീഡിയൻസ്. അപ്പൊ യൂണിവേഴ്സൽ ഋതത്തിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്, പ്യൂരിറ്റിയിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്കൊരു ഡിസിപ്ലിൻ വേണം എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാം. ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ ഈ ഒരു എവല്യൂഷൻ പോസിബിൾ അല്ല. ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾക്കാർക്ക്, മനുഷ്യർക്ക്, സ്വാർത്ഥമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ശരിക്കുള്ള എവല്യൂഷൻ സാധ്യമല്ല. അവരവരുടെ ലോകങ്ങളിൽ, കംഫോർട്ട് സോൺസിൽ ഇവിടെ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് അവസാനം കുറ്റബോധം ഉണ്ടാവും. എന്താണ് കുറ്റബോധം? ഞാൻ ലഭിച്ചതെന്നും ഒന്നും തിരിച്ചു കൊടുത്തില്ല എന്നുള്ളൊരു ഫീലിംഗ്, കുറ്റബോധം. അത് തീർക്കാനായിട്ട് അവസാനം ഡൊണേഷൻസ് ചെയ്യുന്നു, ക്ഷേത്ര ദർശനം നടത്തുന്നു, ഉപദേശിക്കുന്നു മറ്റുള്ളവരെ. അതുകൊണ്ടൊന്നും പോവില്ല. നമ്മളെ ഫ്ലോ അനുവദിക്കണം.
നമ്മൾ ഫ്ലോ അനുവദിക്കണം, നമ്മൾ ഡിസിപ്ലിൻ ആവും. ഒരു പൈപ്പിലൂടെ വെള്ളം പ്യുവറായിട്ട് ഫ്ലോ ചെയ്യും. ഞങ്ങളുടെ സഹജമാർഗത്തിന്റെ മാസ്റ്ററായ ചാരുജി മഹാരാജ് പറയുന്നത്, സ്റ്റീം എന്നുള്ള ശക്തിയെ ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അത് സ്റ്റീം എഞ്ചിനാവുന്നു. ഒരു ട്രെയിൻ ചലിപ്പിക്കുന്നു, വലിയ വലിയ വാഹനങ്ങൾ ചലിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? അതിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ അതുപോലെ ആ സാധ്യത, പൂർണ്ണമായിട്ടുള്ള ആ സ്നേഹം എന്നുള്ള സാധ്യത നമുക്ക് എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഡിസിപ്ലിൻ വേണം. ഇത് നമ്മൾ പ്രപഞ്ചം പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ഇതിനെ എതിർക്കുന്നു. ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയും. എനിക്ക് എൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുണ്ട്. തീർച്ചയായിട്ടും അധികാരമുണ്ട്, നമ്മൾ ഇതിനു മുമ്പേ ഒരു സെഷനിൽ പറഞ്ഞ പോലെ. പക്ഷേ ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഈ ഋതത്തിനോട് അനുസൃതമായിട്ടായിരിക്കണം ആ ഫ്രീഡം. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഭൂമിയിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, ക്ലൈമറ്റ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, ഗ്രഹങ്ങൾ നമ്മളെ അട്രാക്ഷൻ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. നമ്മുടെ അതിനേക്കാൾ ഉപരി നമ്മുടെ ജനന മരണ പ്രക്രിയ അതിനെ കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ എത്ര ശ്രമിച്ചാലും മരണത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മളൊരു ഫിക്സഡ് ടൈമിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അത് അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അപ്പൊ ഒരു ഡിസിപ്ലിൻ ഈ ലൈഫിൽ കൊണ്ടുവന്നത്, ആ ഡിസിപ്ലിൻ എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അത്രത്തോളം നമുക്ക് ആ പ്യൂറായിട്ടുള്ള ഫ്രീഡം എക്സ്പ്രസ് ചെയ്യാം. ഇതൊരു ഇൻവേർട്ടൻ്റ് ആയിട്ട് തോന്നാം, പക്ഷേ അതാണ് സത്യം. അപ്പൊ ലൈഫിൽ ഒരു അച്ചടക്കം കൊണ്ടുവരിക, ഡിസിപ്ലിൻ കൊണ്ടുവരിക. നമ്മൾ ഇതുവരെ നടക്കുന്ന കാര്യങ്ങളെ ഒബേ ചെയ്യുക. ആ ഒബേഡിയൻസിലൂടെ നമ്മൾ ഈ കോൺഷ്യസ്നസ് ലെവൽ, ഈ ലെവലിനെ ട്രാൻസെൻഡ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് തയ്യാറാവുന്നു. ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അച്ചടക്കത്തോട് കൂടിയിട്ട് പഠിച്ചിട്ട് 2ാം ക്ലാസ് പോകും. അപ്പോൾ അവിടെ പഠിക്കേണ്ടത് അച്ചടക്കമാണ്. സ്കൂളിൽ നിന്ന് പഠിച്ച് കടന്നു പോകുമ്പോൾ സബ്ജക്ട്സ് അല്ല പഠിക്കേണ്ടത്. ശരിക്കും നമ്മൾ ശരിക്കും സബ്ജക്റ്റ് റാങ്ക് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, പക്ഷെ അതല്ല ശരിക്കും പഠിക്കേണ്ടത്. അച്ചടക്കം. ഈ സൊസൈറ്റി എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്തു, പ്രപഞ്ചം എന്നെ എത്ര ഹെൽപ്പ് ചെയ്തു, ഞാൻ പ്രപഞ്ചത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും ഒരു കുട്ടി സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടത്. എന്ത് പഠിച്ചാലും ഈ തരത്തിലൊരു അച്ചടക്കം ഇല്ലാത്ത ഒരാൾ പുറമെ വളരുന്നെന്ന് തോന്നാം, പക്ഷെ പിന്നീട് സ്ട്രെസ് ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലൈഫിൽ സ്നേഹം കൊണ്ടുള്ള ഒരു അച്ചടക്കം, ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ, അത് നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ സൃഷ്ടിക്കാൻ ശ്രദ്ധിക്കണം. അത് പേരൻസും ഫാമിലിയും ശ്രമിക്കണം. ഇത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ബോധം വരണം. സ്നേഹം ഷെയർ ചെയ്യൂ, കെയർ ചെയ്യൂ, ലവ് ചെയ്യൂ. സ്നേഹം സ്വീകരിക്കുക, കൊടുക്കുക. കൊടുത്താൽ മാത്രം പോരാ, സ്വീകരിക്കാൻ തയ്യാറാണ്. ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക. അപ്പോഴേ നമുക്ക് ആക്സെപ്റ്റൻസ് വരും. ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളെയും സ്വീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അത് വരും, അങ്ങനെ എതിർത്തിട്ട് കാര്യമില്ല. പ്രായം വരും, അസുഖം വരും. സ്വീകരിക്കാം, അതിന് വേണ്ടത് ചെയ്യുക, പക്ഷേ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക? സ്നേഹം എപ്പോഴും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സംസാരിക്കണമെന്നില്ല, നമുക്ക് നല്ല ഒരു ചിരിയിലൂടെയോ നല്ലൊരു ചിന്തയിലൂടെ കൂടി നമുക്ക് സ്നേഹം ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഉറങ്ങുമ്പോഴും കൂടിയും പ്രാർത്ഥനാഭാവത്തിൽ ഉറങ്ങണം എന്നാണ് സഹജമാർഗത്തിന് മാസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ ഉറങ്ങുമ്പോഴും സ്നേഹം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കോൺട്രിബ്യൂട്ട്സ് ആയിട്ട് നമ്മൾ മാറണം. ഇങ്ങനെയാണ് നമ്മൾ ഡിസിപ്ലിനിലൂടെ ആ പ്യൂറായിട്ടുള്ള ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരുന്നത്. സാധ്യതകളായിട്ട് പ്രപഞ്ചത്തിൽ ഇരിക്കാൻ പറ്റില്ല. സിംഗുലാരിറ്റി എന്ന് ഫിസിക്സ് പറയും, പോസിബിലിറ്റീസ്. ആ സിംഗുലാരിറ്റി ഉടനെ തന്നെ മാനിഫെസ്റ്റ് ആവും. ആ സിംഗുലാരിറ്റി ആയിട്ടുള്ള ആ പോസിബിലിറ്റീസ്, പൂർണ്ണതയെ, സ്നേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ചാനൽസ് ആയിട്ട് ജീവിക്കാനാണ് നമ്മൾ ഈ ലോകത്തിൽ പഠിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പെർഫെക്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഡിസ്കഷൻ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെയും വിടവാങ്ങുന്നു. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.